ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പണായിട്ടുണ്ട്. നമുക്കേ ചിലവർക്ക് എങ്ങനെയാണ് സ്ട്രൈക്ക് പ്രൈസ് ആഡ് ചെയ്യുന്നതെന്ന് അറിയില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 40,000 49,400 ഇപ്പം മാർക്കറ്റ് റൺ ചെയ്യുന്നത്. നമുക്ക് അതാ ഇവിടെ ഈ സെർച്ചിൻ്റെ അവിടെ കൊടുത്ത് ആഡ് ചെയ്യാം. നമുക്കിത് ഇവിടെ എഡിറ്റിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ 120 എന്നുള്ളത് 150 ആക്കാം. അപ്പം ഇവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണം ട്രേഡ് ചെയ്യാൻ എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. നമ്മുടെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സ്ട്രാറ്റജി, എന്താ സ്ട്രാറ്റജി എന്നൊക്കെ ഇപ്പോഴും ചോദിക്കും കേട്ടോ. 940 ഇന്നലത്തെയിലും എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ താഴത്തും കമൻറ്റ് ചെയ്തിരിക്കണം എന്താ സ്ട്രാറ്റജി. 940 ക്യാൻഡിലിൽ നമ്മൾ ഫിബോയെ ഡ്രോ ചെയ്യുന്നു. വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഫിബോ ഡ്രോ ചെയ്യുന്നു, 0.6% നമ്മൾ നമ്മുടെ ലൈനെ ഡ്രോ ചെയ്ത് വയ്ക്കുന്നു, ഫിബോയെ കളയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്ത് നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്സൈഡ് ആണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയാൽ അപ്സൈഡ് ട്രേഡ്, അല്ലെങ്കിൽ താഴത്തോട്ടാണെങ്കിൽ നമ്മൾ ഡൗൺവേർഡ്സ് ട്രേഡ് എടുക്കുന്നു. വളരെ സിമ്പിളായ സ്ട്രാറ്റജിയാണ്. നമ്മളെ സ്ട്രാറ്റജി മനസ്സിലായില്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്നെടുത്ത് കണ്ടു നോക്കും ട്രേഡേഴ്സ്. അല്ലാതെ ഇപ്പോൾ വെറുതെ കമൻറ്റ് ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. പഴയ വീഡിയോസിലും മിക്ക വീഡിയോസിലും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടാൻ ഏകദേശം ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ട് നമുക്ക് ട്രേഡ് ഡിസൈഡ് ചെയ്യാം. എൻ്റെ ഒരു കൺവിക്ഷൻ വന്നിട്ട് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷനും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ലൈൻ്റെ മേളിൽ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ്പ് സൈഡ് എൻട്രിയിലേക്ക് നോക്കാം. എനിക്ക് രണ്ട് സൈഡിലോട്ട് ഒരു കൺവിക്ഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ ലൈനെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ലൈനിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു അപ്പ് സൈഡ് ട്രേഡ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺവേർഡ് ട്രേഡ് എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പോൾ ക്യാൻഡിലിൻ്റെ ക്ലോസ് എപ്പോഴും നിർബന്ധമാണ് ട്രേഡേഴ്സ്. കാരണം അതൊരു റിജക്ഷൻ ക്യാൻഡിലും ആവാം. അത്യാവശ്യം നല്ലൊരു റെഡ് ക്യാൻഡിൽ ആയി. സോ ഒരു ഇത്രയും താഴത്ത് പോയി ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല. ജസ്റ്റ് അതിൻ്റെ മേളിൽ വല്ലതും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇനി എത്ര സെക്കൻഡുണ്ട്, ഒരു 28 സെക്കൻഡും കൂടി ഇനി ബാക്കിയുണ്ട് ആ ക്യാൻഡിലിൻ്റെ ക്ലോസിന്. അപ്പം ഏതായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ക്യാൻഡിലിൻ്റെ ക്ലോസ് ആവാറായിട്ടുണ്ട് ട്രേഡേഴ്സ്. 49,373. നമ്മൾ 49,400 പുട്ട് ഓപ്ഷൻ നമ്മളുടെ ഇതിൽ സെൽ ഓർഡറിൽ ബൈ ഓർഡറിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ബാസ്ക്കറ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കണമോ അതോ കുറച്ച് റിജക്ഷൻ കിട്ടി മേലിലോട്ട് പോയിട്ട് ട്രേഡ് എടുക്കണോ? ക്യാൻഡിലിൻ്റെ ലോയും കൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും താഴത്ത് പോയി ഏതായാലും ട്രേഡ് എടുക്കുന്നില്ല. കുറച്ച് മേളിൽ കിട്ടിയാൽ ഓക്കെ. ഡേ ലോയും ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഷോർട്ട് ചെയ്താൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈയിലെങ്ങാനും ട്രേഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ഇവിടെ ഇപ്പോൾ ഷോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 78 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിട്ടും. 100 പോയിൻറ്റ്സ് ടാർഗറ്റ് എന്ന് പറഞ്ഞ്. ഓക്കെ ഫൈൻ, നമുക്കേ ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തേക്കാം. നമ്മൾ വിചാരിച്ച ആ ഒരു പോർഷനിൽ ഏതായാലും നമ്മളുടെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടുന്നൊരു റിജക്ഷൻ ബ്രേക്കൗട്ട് ചെയ്യുമോ? ഓക്കെ, ഏതായാലും ട്രേഡ് എടുക്കാം. ബ്രേക്കൗട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ആണെങ്കിലും എക്സിറ്റ് ചെയ്യാം. ഞാൻ നമ്മളുടെ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ട്രേഡ് എടുത്തപ്പോൾ തന്നെ ജസ്റ്റ് ഒരു 500 റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യും എന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ, കാരണം പെട്ടെന്ന് ഒരു ഫോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റ് കൊടുത്തേക്കാം. സ്റ്റോപ്പ് ലോസസ് ഇന്നലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇപ്പോൾ വീക്ക്ലി വൺസ് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എന്നാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ സൈക്കോളജി ഇച്ചിരി മോശമാവുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രേഡ് എടുക്കാൻ ഇത്രയും ആലോചിക്കത്തില്ല. നമ്മുടെ താഴത്തോട്ട് വന്നാൽ ഉടനെ നമ്മളുടെ ട്രേഡ് എടുത്തേനെ. പക്ഷേ ഇപ്പോഴും ഫിയർ ഓഫ് ലൂസിങ് എന്നുള്ളൊരു സംഭവം നമ്മുടെ സൈക്കോളജിയിൽ എഫക്റ്റ് ചെയ്ത് തുടങ്ങി. സോ അതാണ് നോ ഇഷ്യൂ.
എന്തായാലും അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അത് ട്രേഡ് ചെയ്താൽ മാത്രമേ മാറി വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നേരത്തെ ഫോം ചെയ്ത ക്യാൻഡിലിൻ്റെ മേളിൽ വരും. ഇപ്പോൾ കുഴപ്പമില്ല, ഏകദേശം നല്ലൊരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മുടെ ഫേവറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ റിയാക്ഷൻ വരും നമുക്ക് പറയാൻ പറ്റില്ല. നെഗറ്റീവിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ എൻട്രി പോയിൻറ്റിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് തരാനും മാർക്കറ്റിന് ബുദ്ധിമുട്ടായിരിക്കും, നമ്മളുടെ ടാർഗറ്റ് തരാനും ബുദ്ധിമുട്ടായിരിക്കും. സോ ഇപ്പോൾ ഏകദേശം വീണ്ടും തിരിഞ്ഞ് ഒരു 1000+ പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ കൊടുത്തേക്കാം ട്രേഡേഴ്സ്. കാരണം വീണ്ടും താഴത്തോട്ട് വന്നാലേ, ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ റിജക്ഷൻ വന്നാൽ നമുക്ക് 558 നമുക്ക് നമ്മുടെ ട്രേഡ് കിട്ടിയത്. 520 521 ട്രിഗർ പ്രൈസ് വന്നിട്ട് 521 കൊടുക്കാം ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസാണ് ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഇറങ്ങുക. ഇന്നലെ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ട്രേഡിംഗ് അല്ലല്ലോ, ഇത് ഗ്യാമ്പിളിംഗ് അല്ലേ എന്ന്. എങ്ങനെയാണ് ഈ ചേട്ടൻ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ CPRൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ട്രേഡേഴ്സ്. അപ്പം ഒരുപാട് പേര് അവിടെ ചെന്ന് സെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമാണ് എൻ്റെ ഒരു പേടി. എല്ലാവരും സെല്ല് ചെയ്യുന്നിടത്ത് പോയി നമ്മൾ സെൽ എൻട്രി എടുത്തിട്ട്, സെല്ലെന്ന് വെച്ചാൽ പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു 2000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കൊരു 4000+, 3500+ പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്യാൻ ട്രേഡേഴ്സ്. ഓക്കെ, 2500 കാണിച്ചു. ഓക്കെ, 3000+ പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വയ്ക്കാം. അപ്പം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള് കിട്ടുന്നുണ്ട്. ഈ ഒരു CPRൻ്റെ ഒരു റിജക്ഷൻ മാത്രമേ എൻ്റെ ഒരു പ്രശ്നമുള്ളൂ. കാരണം എല്ലാവരും സെല്ല് ചെയ്യുന്നൊരു സ്ഥലമാണ് അത് മാത്രമാണ് നമ്മുടെ ഒരു സീൻ. ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇൻഡെക്റ്റാണ് 520 521 49400 പുട്ട് ഓപ്ഷനാണ് ട്രേഡേഴ്സ് നമ്മൾ ബൈ ചെയ്തത്. നമ്മളുടെ ഓവറോൾ മാർക്കറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ മൊമെൻറ്റം പ്രതീക്ഷിച്ചാണ് നമ്മൾ മാർക്കറ്റിൽ നമ്മളുടെ എൻട്രി എടുത്തത്. ഇനി ആരും സ്ട്രാറ്റജി ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തു, പെട്ടെന്നാണെങ്കിലും പ്രീവിയസ് വീഡിയോസിലൊക്കെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ഉണ്ട് കേട്ടോ, അത് നോക്ക്. ഈ വീഡിയോ ഇടൽ എന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ എല്ലാവരും ഇടുന്ന കൊണ്ടാണ് ഞാനും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സെബിയുടെ പുതിയ റൂൾസ് നിങ്ങളെല്ലാവരും വായിച്ച് കാണുമല്ലോ. ഇൻഫ്ലുവൻസേഴ്സ് ആരും വീഡിയോ ഇടരുത്, സെബിയെ പറ്റി മീൻസ് മാർക്കറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യരുത്, ലൈവ് ട്രേഡ്സ് അപ്ലോഡ് ചെയ്യരുത്, ട്രേഡ് മാർക്കറ്റിനെ പറ്റി നോ കമൻറ്റ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 3 months മുന്നേ ഉള്ള മാർക്കറ്റിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം, അല്ലാതെ റീസെൻറ്റ് മാർക്കറ്റിനെ പറ്റി ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്തോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് ഇതിൻ്റെ ഭയങ്കരമായ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളൊന്നും സെബി രജിസ്റ്റേർഡ് അല്ലല്ലോ. നമ്മളെടുക്കുന്ന ട്രേഡുകൾ ഞാൻ എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഇങ്ങനെ ആഗ്രഹം തോന്നി, നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ അയാൾക്കത് ഉപയോഗപ്പെടുത്തേ എന്ന് വിചാരിച്ചു. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ലൈനിനെ മേളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. മേളിലോട്ട് ബ്രേക്ക് ചെയ്ത് ഒരു 1000+ൻ്റെ ലോസ്. ഓക്കെ, ലോസ് വരാൻ തുടങ്ങുമ്പോൾ എത്ര പെട്ടെന്നാണ് ലോസാണ് നോക്കി 3000 അടുപ്പിച്ച് ലോസ് കാണിച്ചു. ഓക്കെ, ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് 544 542. ഓക്കെ, റിജക്ഷൻ വരുന്നുണ്ട് ട്രേഡേഴ്സ്, കുഴപ്പമില്ല. ഇനി ക്യാൻഡിലിന് ഒരു 3 മിനിറ്റോളം ബാക്കിയുണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മൾ എസ്കേപ്പാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ നിന്ന്. വെരി ഗുഡ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിജക്ഷൻ വരുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്ത് മേളിൽ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും താഴോട്ട് വരുവാണെങ്കിൽ പിന്നെ ഒരു റീ എൻട്രി എടുക്കുക. ഓക്കെ, നമ്മുടെ ലൈൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് വന്നതായിരുന്നു റിജക്ഷൻ കൊണ്ട്, ആ സെയിം ക്യാൻഡിൽ തന്നെ. എന്നിട്ട് വീണ്ടും ഇപ്പം നമ്മളുടെ ലൈൻ്റെ മേളിൽ തന്നെ പോയിരിക്കുകയാണ്. അപ്പം ഈ ക്യാൻഡിലിൻ്റെ ക്ലോസ് ഏതായാലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡേഴ്സ്. കാരണം അത് വെച്ചാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ വെദർ വി
ഹാവ് ടു ഗിവ് ഇതിന് മേളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും റീ എൻട്രി എടുക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ അത്രയും വലിയ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുക്കണ്ട. കാരണം പിന്നെ ഒരു അപ്സൈഡ് മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് മൊമെൻ്റ് ആയിരിക്കും. കാരണം നമ്മളെപ്പോലെ സെല്ല് ചെയ്ത് വെച്ചിരുന്നവരെല്ലാവരും താഴത്തുണ്ടാവും. സോ അവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസാണ്. താഴത്തല്ല, മേളിൽ അവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഓക്കെ, ബാക്ക് ടു ആക്ഷൻ. ബാക്ക് ടു നമ്മുടെ എന്താ പറയുക, നമ്മുടെ സോൺ അല്ലെങ്കിൽ നമ്മളുടെ എൻട്രി. തിരിച്ച് മാർക്കറ്റ് നമ്മളുടെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഡൗൺ മൊമെൻറ്റം. ഓക്കെ, 3000+ പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കില്ല ട്രേഡേഴ്സ്. നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റ് വച്ചേക്കാം. നമ്മളുടെ ടാർഗറ്റ് 608 അല്ലേ? ഓക്കെ, 608. ഇപ്പോൾ ഒരു 600ൻ്റെ ഒരു ഇതിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. 4800. ഓക്കെ, വെരി ഗുഡ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം ട്രേഡേഴ്സ്. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ കോസ്റ്റിലായിരിക്കുമല്ലോ. ഒരു 5 പോയിൻറ്റ്സിൻ്റെ വല്ലതും സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് വയ്ക്കാം. വളരെ ഗുഡ്, നല്ലൊരു ഫോൾ കിട്ടി താഴത്തോട്ട്. ഓക്കെ, വി എൻജോയ് ദ ഫോൾ. 4900, 5003. ഓക്കെ, 6000 അടുപ്പിച്ച് നമ്മളുടെ പ്രോഫിറ്റ് ഇന്ന് എടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഒരു 5998. ഓക്കെ, ഒരു 6000 എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. ലോജിക്ക് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 46 എടുത്തു, 54 നമ്മളുടെ ഇത് 608 നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം അല്ലേ, അത്ര എടുത്തുള്ളൂ നമ്മൾ ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിരുന്നു. വേണമെങ്കിൽ ലോജിക്ക് ഒന്നും കൂടെ പറയണമെങ്കിൽ പറയാം. മാർക്കറ്റ് രാവിലെ തൊട്ട് ഒരു ഫോളിങ്ങിലായിരുന്നു. ഫോളിൻ്റെ റിട്രേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യാൻഡിൽ നമുക്ക് കിട്ടി. അതിൻ്റെ അകത്ത് നമ്മൾ 0.6% നമ്മൾ ഫിബോയുടെ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. അത് വരച്ച് കാണിക്കണോ ഇനി? ഒരു പ്രാവശ്യം കാണിച്ചതാണ്. നമ്മുടെ 940യുടെ ക്യാൻഡിൽ ഇതാണ്. 940യുടെ ക്യാൻഡിലിൽ നമ്മൾ ഫിബോയെ ഡ്രോ ചെയ്തു. 0.6% നമ്മളുടെ ലൈനെ ഡ്രോ ചെയ്ത് വെച്ചു. ഈ ലൈൻ്റെ താഴത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ റീടെസ്റ്റിന് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. വളരെ പെട്ടെന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒരു 78 പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ വച്ചു. 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും വെച്ച് വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് CPRൻ്റെ ഒരു റിജക്ഷൻ ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ അവിടെ ഒരുപാട് പേര് സെല്ല് ചെയ്യാനുണ്ടാവും. കാരണം മനസ്സിലായി. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ചിലപ്പോൾ മേളിലേക്ക് അങ്ങനെ വരികയും ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് സ്കിപ്പ്ഡാണ്. അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് ഫോളോ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസും ജസ്റ്റ് ഈ ഒരു ഏരിയയ്ക്ക് തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടതാണ്. ജസ്റ്റ് സ്കിപ്പ്ഡാണ് എന്തോ ഭാഗ്യം കൊണ്ട്. സോ വി ബുക്ക്ഡ് എ പ്രോഫിറ്റ് ഓഫ് ഓൾമോസ്റ്റ് 6000 rupees. താങ്ക് യു, ബൈ. ട്രേഡിനെ പറ്റിയുള്ള ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ബൈ.